മാത്യുവിന് മെസ്സേജ് അയച്ച ആളെ നമുക്കൊന്ന് വിളിക്കാം. ഫിദയ്ക്ക് പരിചയമുള്ള ആളല്ലേ? തന്നെപ്പറ്റി മോശമായി സംസാരിച്ച എന്തിനാണെന്ന് അറിയണമല്ലോ. അയാളെ വിളിച്ച് നല്ല 4 വർത്തമാനം പറയണം. സ്ത്രീകളെ കുറിച്ച് അയാൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. തനിക്കെന്താ മടിയുണ്ടോ? ഹേയ്, ഇയാള് നല്ല ഉശിരുള്ള പെണ്ണാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചേ. സർ, അയാളെ വിളിക്കാൻ ചെറിയ മടിയുണ്ട്. എന്തിനാ മടിക്കുന്നത്? അയാൾ വല്ല മോശമായി പറയും എന്ന പേടിയാണോ? എന്നാണെന്ന് കാണുമല്ലോ. ഫിദ, ധൈര്യമായിട്ട് വിളിക്കുക. ഞാനല്ലേ ഇവിടെ. എങ്ങനെ അയാളുടെ പേര് ഫീഡ് ചെയ്തിരിക്കുന്നത്? ജോൺ ബിൽഡർ. ഒരു ദാക്ഷിണ്യവും കാണിക്കണ്ട, വെച്ച് കാച്ചിയേക്കണം. ബെല്ലുണ്ട്. ഹലോ ഫിദ. എടോ, കാശ് തരാനുണ്ടെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ നാരത്താരോ വിളിച്ചു പറഞ്ഞേ, വൃത്തിയാട്ടവൻ. ഫിദ പ്ലീസ് ഒന്നും പറയരുത്. കാശ് കിട്ടാത്തൊരു ദേഷ്യത്തില് ഞാനങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ ഫിദയെ നേരിട്ട് വന്ന് കണ്ട് ക്ഷമ ചോദിക്കാനിരിക്കായിരുന്നു. ഫിദ, ഇത് ഫോണിലൂടെ സംസാരിച്ച് ശരിയാവില്ല, പ്ലീസ്. ഇയാളൊരു മാന്യനാണല്ലോ സർ. പക്ഷെ കുറച്ചു മുന്നേ അയാൾ ഇങ്ങനൊന്നും അല്ല സംസാരിച്ചത്. 2-3 മണിക്കൂറിനിടെ എന്ത് മാജിക്കാ നടന്നത് ജോണിന് മാനസാന്തരം സംഭവിക്കാൻ? നിങ്ങളുടെ വഴക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ജോണിനെ വിളിച്ചായിരുന്നോ? ഇല്ല. മാത്യു? ഇല്ല സർ. ഫിദ? ഇല്ല സർ, ഞാൻ വിളിച്ചിട്ടില്ല. സർ, ഫിദയ്ക്കും മാത്യുവിനും അല്ലാതെ ഞങ്ങൾക്കാർക്കും ജോണിനെ അറിയില്ല. മാത്യു ഒന്ന് ജോണിനെ വിളിച്ചേ. നമ്പർ എടുത്താ ഞാൻ വിളിക്കാം. മോശമായി സംസാരിച്ചതിന് അതേപോലെ മറുപടി പറയണം. കാശ് ഇനി തരത്തില്ല എന്നും പറയാം. കാശൊക്കെ നമുക്ക് കൊടുക്കാന്നേ. ഇപ്പൊ തൽക്കാലം അങ്ങനെ പറ. ഓക്കെ, ജോൺ എടുക്കുന്നില്ല. നമുക്കൊരു മെസ്സേജ് ഇട്ട് വെക്കാം. റിപ്ലൈ വരുമോ എന്ന് കാണാമല്ലോ. എൻ്റെ തെറി ഒട്ടും മോശമല്ല. നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. കാശും തരത്തില്ലെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥേ, നമ്മുടെ മെഡിക്കൽ റെപ്പിനെ ഒന്നുകൂടെ വിളിച്ചേ. അതുമില്ലേ? സർ, ഞാൻ പറഞ്ഞില്ല, അവൻ ഉറങ്ങി കാണും. ഉറങ്ങിയാൽ നമ്മൾ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും. സർ, ഫോൺ സൈലന്റിൽ വല്ലതും ആയിരിക്കും. ഒരു മിനിറ്റ്. സാമിന് തുടർച്ചയായി കോളുകൾ വന്നുകൊണ്ടിരുന്നപ്പോഴല്ലേ നിങ്ങൾ കളി തുടങ്ങിയത്? എന്നിട്ട് കളിക്കിടയിൽ സാമിന് ഒരു കോള് പോലും വന്നില്ല, അല്ലേ? സർ, എന്നെ പിടിച്ച് ഇതിലിട്ടിട്ട് നീ ആളെ ഊശാക്കുക, അല്ലേ? അയ്യോ, ഇല്ല സർ. പിന്നെന്തിനാ ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ട് വെച്ച? അപ്പൊ നിങ്ങൾ ഗെയിം കളിച്ചപ്പോഴും നിന്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരുന്നു, അല്ലേ? ആരെങ്കിലും ഇതുപോലത്തെ പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോ. ഞാൻ എല്ലാവരുടെയും ഫോൺ ചെക്ക് ചെയ്യാൻ പോവാ. ഒരു അഡ്വക്കേറ്റ് ജയപ്രകാശിന്റെ മെസ്സേജ്. കോൾ മീ ഇൻ വാട്സപ്പ് ഇഫ് റിക്വയർഡ്. പിന്നെ ഒരു ചെമ്മീൻ ജ്യൂസ്. കാശ് തിങ്കളാഴ്ച രാവിലെ തന്നെ എത്തിയിരിക്കും, പേടിക്കണ്ട. ഒരു സുരേഷിന്റെ മെസ്സേജുകളാണല്ലോ കൂടുതൽ. പ്ലീസ് കോൾ, നോട്ട് ഗെറ്റിംഗ് യുവർ നമ്പർ, പ്ലീസ് കോൾ മീ ബാക്ക്, ഇറ്റ്സ് അർജന്റ്. കുറേ ഉണ്ടല്ലോ. ആരായി സുരേഷ്? ബാങ്കിലെ ക്യാഷറാ. ഒന്ന് തിരിച്ചു വിളിച്ചേ, എന്താ അർജന്റ് എന്നറിയണമല്ലോ. ഇപ്പൊ വേണ്ട സർ, ഞാൻ വിളിച്ചോളാം. എടാ, ബാങ്ക് ആരെങ്കിലും കുത്തിപ്പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അല്ലാതെ എന്തിനാ ഈ സമയത്ത് അയാൾ കിടന്ന് വെപ്രാളം പിടിക്കുന്നേ? വിളിക്കേ. സർ, ഒഫീഷ്യൽ കോളല്ലേ, ലൗഡ് സ്പീക്കറിലിരുന്ന എല്ലാവരും കേൾക്കും സർ. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് നിയമം മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും സമ്മതിക്കണം. നിങ്ങളെ പറ്റിച്ച ഇവന് വേണ്ടി നിയമം മാറ്റണോ? ആർക്കും അങ്ങനെ അളവ് കൊടുക്കണ്ട സർ. അതാണ്.
സംസാരിക്കേ. സുരേഷ്, സർ, ജോസിനെ വിളിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ വിളിക്കാഞ്ഞേ? ഞാൻ വിളിച്ചിട്ട് ജോസിനെയും കിട്ടിയില്ല, സാറിനെയും കിട്ടുന്നില്ല. സാർ, ഞാൻ ടെൻഷൻ അടിച്ച് ചാകാറായി. പണ്ട് ക്യാഷ് വന്നില്ലെങ്കിൽ എല്ലാം ശരിയായിട്ടുണ്ട്. ജോസ് തിങ്കളാഴ്ച രാവിലെ എത്തും. ഞാൻ നാളെ രാവിലെ വിളിക്കാം. ഓ, സമാധാനമായി. ഇനി ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ സാറേ. എന്താ സാമേ സംഭവം? അത് പിന്നെ സാറേ, ബാങ്കിലെ ഈ മന്തിൻ്റെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോസ് എന്ന് പറയുന്ന ആളോട് ഫണ്ട് ചോദിച്ചു. അതാ. വേണ്ട സാമേ, കൂടുതൽ കള്ളത്തരം പറയണ്ട. ഞാൻ ഇത്തരം ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ട്. തുടർച്ചയായ അവധികൾ വരുമ്പോൾ മാനേജറും കാഷ്യറും ചേർന്ന് ക്യാഷ് ബാലൻസ് എടുത്ത് കച്ചവടക്കാർക്ക് മറിക്കും, അല്ലേ? അയ്യോ ഇല്ല സാറേ, സത്യമായിട്ടില്ല. എനിക്ക് സാമിനെ വിശ്വാസമില്ല. സുരേഷിനോട് തന്നെ ചോദിക്കാം. സർ. ഒന്ന് വരട്ടിയാൽ അവൻ തത്ത പറയുന്ന പോലെ പറയും. സാർ വേണ്ട, സാർ വേണ്ട, ഞാൻ പറയാം. എത്രയാ മറിച്ചത്? 50 ലക്ഷം. ജാമ്യമില്ലാത്ത വകുപ്പാ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? സാറേ പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. സഹായിക്കണം. ഞാൻ എന്തുകൊണ്ടും ചെയ്യാം. കൈക്കൂലി തരാമെന്നോ? എടാ, ഒരു പെഗ് ചോദിച്ചിട്ട് തരാത്തവനാ. ഓക്കെ, തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്കിത് പിന്നീട് എടുക്കാം. 50 ലക്ഷം. സാർ, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചല്ലേ? ഇതാണ് എൻ്റെ നമ്പർ. ഇവിടെയുള്ള എല്ലാവരുടെയും നമ്പർ ഇതിലേക്ക് അയച്ചു തരണം. രാത്രി ഒരുപാട് തവണ അമ്മയെ വിളിച്ചിട്ടുണ്ടല്ലോ. അത് ഈ സംഭവം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. മെസ്സേജ് ഫ്രം അച്ചായൻ. Hope you are all right. Take care. I'll call you in the morning, മോളെ. ആരാ ഇത്? ചേട്ടനാ. എന്നെ വിളിച്ചപ്പോൾ പാർട്ടിയിലാ. രാവിലെ വിളിക്കാമെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് മറുപടി ഇട്ടതാ. ഡോക്ടർ തിങ്കളാഴ്ച ലീവാ അല്ലേ? HR മാനേജർക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു. തിങ്കളാഴ്ച 1-2 എമർജൻസി കേസസ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഒരു CI രാഹുലിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. I'll talk to Vipin. Don't worry. എൻ്റെ ഫ്രണ്ടാണ്. പ്രൊസീജിയേഴ്സ് ഒന്ന് സ്പീഡപ്പ് ചെയ്യുമെന്ന് ഇവിടുത്തെ CAയോട് പറയാമെന്ന് ചോദിച്ചിരുന്നു. ചെയ്യാം. സ്പീഡപ്പ് ചെയ്യാം. ഇതിൽ കുറേ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ടല്ലോ. നോട്ടിഫിക്കേഷൻ സൗണ്ട് ഇല്ലേ? ഫോർ ഷുവർ ഷോർട്ട് ടിപ്സ് പ്ലീസ് കോൾ. ഞാനൊരു ഷെയർ ട്രേഡിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഒത്തിരി ടിപ്പിങ്ങിന് വരും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഞാൻ മ്യൂട്ട് ചെയ്തേക്ക്. അതൊക്കെ ഫ്രോഡാണ് കേട്ടാ. നമ്മുടെ കാശ് പോവും. എൻ്റെ കുറേ കാശ് പോയിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇതിൻ്റെ മ്യൂട്ട് മാറ്റി. സാർ, ഞാൻ നമ്പേഴ്സ് എല്ലാം അയച്ചിട്ടുണ്ട്. ഹലോ, സൈബർ സെൽ. റഹീം, ഞാനാ ചന്ദ്രശേഖർ. സാർ, പറയൂ സാർ. നിന്റെ മൊബൈലിലോട്ട് ഞാൻ കുറച്ച് നമ്പറുകൾ അയച്ചിട്ടുണ്ട്. സർ. അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കുളമാവ് ഒരേ ടവറിന്റെ പരിധിയിലുള്ളത്. ഓക്കെ സർ. ആ ഒരെണ്ണം എറണാകുളത്തുള്ള ഒരു ജോണിന്റെ. സർ. ആ ജോണിന്റെ ഫോണിലോട്ടെ ഈ പറയുന്ന നമ്പറുകളിൽ നിന്ന് ഏതെങ്കിലും കോള് രാത്രി 12 മണിക്ക് മുമ്പ് പോയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കി പറയണേ. ശരി സർ. ഇടാ, എളുപ്പം വേണം. ഷുവർ സർ. ഓക്കെ. റൂമിന്റെ പുറത്ത് വെച്ച് ഫിദേ ഷൈനിയായിട്ട് വഴക്കുണ്ടായില്ലേ? അത് കഴിഞ്ഞിട്ട് ഫിദ എങ്ങോട്ടാ പോയത്? സാർ, ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം പൂൾ സൈഡിൽ ഒറ്റയ്ക്ക് പോയിരുന്നു. ഫിദ പറഞ്ഞത് നിങ്ങൾക്ക് അത്ര വിശ്വാസമല്ലെന്ന് തോന്നുന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ബിജു, സർ. നീ ആ പൂൾ സൈഡിലെ CCTV ഒന്ന് നോക്കണേ. അവിടെ ഒരു ലേഡി ഒറ്റയ്ക്ക് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. നോക്കിയിട്ട് പറയാം സർ. ആരുടെ? സർ, ജോണിൻ്റെയാ. ഇത്രയും തെറി അയച്ചിട്ടും ഒരു ആംഗ്രി ഇമോജി മറുപടി. അയാൾ ഒഴിഞ്ഞു മാറുന്നതിൽ മറ്റെന്തോ കാരണമുണ്ട്. സക്കറിയ, മഴ പെയ്യുന്ന സമയത്തൊക്കെ മാത്യു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ?
സാർ ആദ്യം മഴ പെയ്യുമ്പോൾ മാത്യു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. രണ്ടാമത്തെ മഴ പെയ്യുന്നതിന് മുൻപായി ബോട്ടിലെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി റൂമിലേക്ക് തിരികെ പോയി. അപ്പോൾ ഷൈനി റൂമിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു.